ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിരുക്കുറളിൻ്റെ പുതിയൊരു അധ്യായം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത് കീർത്തി അല്ലെങ്കിൽ ഫെയിം എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ്. 24-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, അധികാരത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തമിഴ് വേദം, ദിവ്യഗ്രന്ഥം എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന തിരുക്കുറളിന് 1330 കുറളുകൾ, 133 അധ്യായങ്ങളിലായി 1330 ഈരടികളുണ്ട്. ഓരോ കുറളിലും 10 ഈരടികൾ വീതം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നത് കീർത്തി, ഫെയിം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇത് നമ്മൾ മോഹൻദാസ് സാറിനോട് കൂടെ ചേർന്ന് ഇതിൻ്റെ ഓരോ അധ്യായങ്ങൾ പറയാൻ വേണ്ടി ജോർജ് സാറിനെയും അതുപോലെ തന്നെ ഓമന മാമിനെയും ഉഷമാമിനെയും ഷീലമാമിനെയും കൂടെ സ്വാഗതം ചെയ്യാണ്. സോ മോഹൻദാസ് സാർ, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഈ മാഗ്നിഫി വെബിനാറിൻ്റെ വെള്ളിയാഴ്ച തോറുമുള്ള തിരുക്കുറൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഉദ്യമത്തിൽ ഇന്ന് 24-ാം അധ്യായത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന് മുമ്പായിട്ട് തിരുക്കുറൾ മലയാളത്തിൽ വന്നതിനെ കുറിച്ചുള്ള ഒരു മുഖവരൊന്ന് വായിച്ചേക്കും. ഈ തിരുക്കുറൾ തമിഴിൽ നിന്ന് മലയാളത്തേക്ക് വന്നപ്പോൾ ഉള്ള ഒരു ആമുഖം പറയുന്നുണ്ട്. പഴയ ഒന്നിൻ്റെ പരിമിതിക്കുള്ള ഉത്തരമാണ് പുതിയ ഒന്നിൻ്റെ നിർമ്മിതി. പുതിയ കിണർ, പുതിയ വീട്, പുതിയ പാലം, പുതിയ അണക്കെട്ട്, അങ്ങനെ പുത്തനായി ആവിർഭവിക്കുന്ന എന്തും പഴയതിൻ്റെ തുടർച്ചയും നിഷേധവും പൂർത്തീകരണവുമാണ്. ലോകോത്തരങ്ങളായ വിശിഷ്ട കൃതികളുടെ വിവർത്തനം സംബന്ധിച്ചും ഈ തത്വം ബാധകമാണ്. എന്തോ, എവിടെയോ, എങ്ങനെയോ ചില പരിമിതികൾ, ചില പോരായ്മകൾ പ്രസ്തുത കൃതിയുമായി അഭിരമിക്കുന്ന ഒരു പ്രബുദ്ധ മനസ്സിന് അനുഭവപ്പെടുകയും അതിൻ്റെ അസ്വസ്ഥ്യം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ മനസ്സ് പുതിയൊരു തലത്തിലേക്ക് ഉയരുകയും മറ്റൊരു പുനഃസൃഷ്ടിക്ക് സന്നദ്ധമാവുകയും ചെയ്യുന്നു. ലോകോത്തരങ്ങളായ വിശിഷ്ട കൃതികൾ കാലാന്തരങ്ങൾക്ക് പ്രകാശമരുള്ള ഉജ്ജ്വല ദീപങ്ങളാണ്. ഏത് ചരാതിനും അതിൽ നിന്ന് വെളിച്ചം പകരാം. ഏത് നെയ്ത്തിരിക്കും അതുമായി ബന്ധപ്പെട്ട് സ്വയം തെളിയാം. ഏത് ഈയാമ്പാറ്റയ്ക്കും അതിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് സ്വയം കരിഞ്ഞടിയുകയും ചെയ്യാം. നല്ല വിവർത്തനം പുനഃസൃഷ്ടി മാത്രമല്ല, അതിജീവനം കൂടിയാണ്. 2 ഭാഷകളെ, 2 സംസ്കാരങ്ങളെ, വ്യത്യസ്തമായ 2 ദർശന ശൃംഖലകളെ തമ്മിൽ ഇണക്കുവാനും ഒരു വിവർത്തക മനസ്സിന് കഴിയും. ഇണക്കലിൽ അയാളുടെ വ്യാമോഹവും ഇണക്കലിൽ അയാളുടെ താപസമർത്ഥമായ ഹൃദയ സമർപ്പണവും സാഫല്യമടയുന്നു. ആകാശം കീഴടക്കാനുള്ള ആർത്തി ഏത് ചിറകിനും ഉണ്ടാകാം. പക്ഷേ അതിനുവേണ്ടി മാത്രം ചമയം കൊണ്ട ചിറകാണ് ഗരുഡൻ്റേത്. മഹാകവി കാളിദാസന്റെ സ്വാതന്ത്ര്യത്തിന് ഈ കൊച്ചു മലയാളത്തിൽ തന്നെ 27 പരം പരിഭാഷകളുണ്ട്. മേഘസന്ദേശത്തിന് 13-ലധികവും. ഷേക്സ്പിയറുടെ ചില പ്രഖ്യാത നാടകങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ വരെയുള്ള എത്രയോ പേരുടെ പരിഭാഷകൾ ഉണ്ടായി. ശ്രീ രമേശൻ നായരുടെ ചിലപ്പതികാര പദ്യ പരിഭാഷയുടെ പ്രകാശന ചടങ്ങിൽ ശ്രീ കരുണാകരൻ നമ്പ്യാർ എടുത്തു പറഞ്ഞ ഈ അദമ്യമായ അഭിനിവേശത്തിന്റെ രഹസ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഉജ്ജ്വലമായ മൂലകൃതിയുടെ ശാശ്വതമായ പ്രഭാവവും പ്രാഭവവും. അങ്ങനെ കാലദേശ അധിവർത്തിയായി പ്രക്ഷോഭിക്കുന്ന അനുസൃതയാണ് തമിഴ് സംസ്കൃതി ലോകമധ്യത്തിൽ കൊളുത്തിവെച്ച ഈ കിടാവിളക്ക്. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ലോകഭാഷകൾ ബൈബിൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം നേടി ഈ അമരകൃതിയുടെ ഖ്യാതി ചെയ്യപ്പെട്ടതും നിലനിൽക്കുന്നതും. ഇതില് തിരുക്കുറളില് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് 3 വിഭാഗമായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. 1 ധർമ്മപ്രകരണം, 2 അർത്ഥപ്രകരണം, 3 കാമപ്രകരണം. തമിഴ് പറയുമ്പം അറത്തുപ്പാൽ, പൊരുട്പാൽ, കാമത്തുപ്പാൽ, ആ ഒരു വിശിഷ്ടതയാണ് പറയുന്നത്. ആ ധർമ്മപ്രകരണത്തിൽ തന്നെ അതിന്റെ ചെറിയ ഉപവിഭാഗമായിട്ട് മംഗളാചരണം, തമിഴിൽ പറയുമ്പോൾ 1000, അതായത് ആദ്യത്തെ ഒരു സ്തുതി
എന്നുള്ള രീതിക്കാണ് പായിരം എന്ന് പറയുന്നുണ്ട്. ഇവിടെ മംഗളാചരണം. അത് 4 അധ്യായങ്ങളായിരുന്നു. ദൈവസ്തുതി, വർഷപ്രശസ്തി, സന്യാസി മഹിമ, ധർമ്മമഹാത്മ്യം. ഈ 4ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയത്. അതിൽ ആദ്യമായിട്ടുള്ള ഒരു തുടക്കത്തിലെ 1-ാം കുറളായിരുന്നു അത് അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുതற்றേ ഉലക്. അതിൽ എഴുത്തെല്ലാം, അക്ഷരങ്ങൾക്കെല്ലാം അകാരം മുതൽ ആകുന്നു. അതുപോലെ ലോകം ആദ്യമായിരിക്കുന്ന ഭഗവാൻ മുതൽക്കാണ് എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഒരു മതത്തിന്റെയോ ഒരു സംസ്കാരത്തിന്റെ ഒന്നും പറഞ്ഞില്ല. ഈ ലോകത്തിൽ, പ്രപഞ്ചത്തിൽ ജനിച്ചു വളർന്ന ജനങ്ങൾക്കുള്ള ഒരു മുഖവരായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. അക്ഷരങ്ങൾക്ക് സംസാരിക്കാനുള്ള മനുഷ്യന് അക്ഷരങ്ങൾക്ക് ആകാരം പോലെ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ ഭഗവാനാണ് ആദി എന്ന് പറഞ്ഞു. അതിന് എന്ത് പേരിൽ വേണമെങ്കിലും ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് വർഷപ്രശസ്തി. ആ പ്രപഞ്ചം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വേണ്ടത് ജലത്തിന്റെ കണിക. ആ ജലത്തിന്റെ അംശം അന്വേഷിച്ചാണ് ഇപ്പോൾ നമ്മൾ തന്നെ മറ്റ് ഗ്രഹങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റ് നവഗ്രഹങ്ങൾ ഏതിലേക്ക് ഉണ്ടെന്ന് അന്വേഷിച്ച് പോകുന്നത്. ചന്ദ്രനിലേക്കായാലും ചൊവ്വയിലേക്കായാലും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുന്നവരും അവിടെ ആദ്യം വേണ്ടത് ജലത്തിന്റെ അംശം. അപ്പം കവിക്ക് തന്നെ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ജ്ഞാനസൃഷ്ടി ഉണ്ടായിരുന്നു. ഈ ലോകം കഴിഞ്ഞാൽ അതിൽ നിലനിൽപ്പിന് വേണ്ടത് ജലം. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് അടുത്തത് നല്ല ഋഷിവരന്മാരാണ് വേണ്ടത്. അതിനാണ് സന്യാസ മഹിമ എന്ന് പറഞ്ഞത്. കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ, ധർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ. ലോകത്തിന് അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിൽ കൂടിയേ സഞ്ചരിക്കാവൂ എന്നുള്ളത് അത് ഇവിടെയല്ല, ഈ പ്രപഞ്ചത്തില് അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ ഏത് ഭാഗത്തായാലും മനുഷ്യൻ വാസമുള്ള എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ ഒരു ക്രമമുണ്ട്, ഒരു ധർമ്മമുണ്ട്, പ്രകൃതി നിയമമുണ്ട്. അത് പാലിച്ചു പോകണം എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വേണം പിന്നെ അവിടെ ജീവിക്കുന്ന മനുഷ്യര് അവർക്കൊരു ധർമ്മം വേണം. അതാണ് പറഞ്ഞത് ധർമ്മ മഹാത്മ്യം എന്ന് പറഞ്ഞത്. അതിനാണ് നമ്മുടെ ഗൃഹസ്ഥ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നത്. അപ്പം ആദ്യത്തെ ആ ധർമ്മം, ദൈവസ്തുതി, വർഷപ്രശസ്തി, സന്യാസി മഹിമ, ധർമ്മ മഹാത്മ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ 4 കഴിഞ്ഞപ്പോൾ അടുത്തലേക്ക് കവി വന്നത് ഗൃഹസ്ഥാശ്രമമാണ്. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുമ്പം അവിടെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സ്നേഹം. ഒരു മനുഷ്യന് അവന്റെ സഹപാഠികളോടും ജീവനോടും പ്രകൃതിയോടും എല്ലാം ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് അതിലേക്ക് വേണ്ടി ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞിട്ട് അതിൽ 20 അധ്യായങ്ങളാണ് കവി അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ മംഗളാചരണത്തിൽ 4, ഇതിൽ 20. ഇന്ന് ആ ഗൃഹസ്ഥാശ്രമത്തിലെ 20ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ധർമ്മപ്രകരണത്തിലെ 1-ാം ഭാഗം കഴിഞ്ഞു, 2-ാം ഭാഗം കഴിഞ്ഞു, 3ാമത്തതിന് അടുത്ത ആഴ്ച തുടങ്ങേണ്ടത് സന്യാശ്രമം. അതിലേക്ക്, അതായത് തമിഴിൽ പറയണമെങ്കിൽ ആദ്യം ഇല്ലറം, അതായത് ഗൃഹസ്ഥം, അത് കഴിഞ്ഞിട്ട് തുറവറം, സന്യാസം എന്നുള്ളതിലേക്ക്. അപ്പം അത് 13 ഉള്ളത്. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ പറയുമ്പോൾ വിധിയെ കുറിച്ചെന്ന് പറയുന്നു, വിധിയെ കുറിച്ചിട്ടുള്ളത്. പക്ഷെ തമിഴിൽ അത് പ്രത്യേക ഒരു അധ്യായമായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. അങ്ങനെ 4 രൂപങ്ങളായിട്ടാണ് തമിഴിൽ പറയുന്നത്, മലയാളത്തിൽ 3 പറയുന്നുള്ളൂ. അപ്പം 4ഉം 20ഉം 24ാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ഗൃഹസ്ഥാശ്രമം അവിടെ ഒന്ന് സമാപിക്കുന്ന അടുത്ത നമ്മൾ തുടങ്ങേണ്ടത് സന്യാശ്രമമാണ്. ഇതുവരെയുള്ള ഇതില് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഇതില് ചേർത്ത് പറയാം. ഇവിടെ 2 വാക്കുകളാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. കീർത്തി എന്നുള്ളതിന് പറയുമ്പോൾ തമിഴ് ഇസൈ എന്ന് പറയുമ്പോൾ 2 അർത്ഥം വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ മ്യൂസിക് അല്ലെങ്കിൽ സംഗീതത്തിനെയും ഇസൈ എന്നുള്ളത് പറയുന്നുണ്ട്. ബാലമുരളികൃഷ്ണന്റെ നമ്മുടെ ഒരു പാട്ട് വരുന്നുണ്ട്, ഇങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇണക്കി ചേർത്തുകൊണ്ടുള്ള ഒരു പാട്ട് പറയുമ്പോൾ ഓരോ ഭാഷയുടെ ഇന്ന് പറഞ്ഞു വരുമ്പോൾ അവർ ഈരടിയിൽ പറയുന്നത് ഇസൈൻ ദാൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അപ്പൊ ഇസൈ എന്ന് പറയുമ്പം സംഗീതമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇസൈ എന്ന് പറയുമ്പോൾ കീർത്തി എന്നുള്ളത്, അല്ലെങ്കിൽ പ്രശസ്തി എന്നുള്ള വാക്കും കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് പറയുന്ന കുറളില്
കൂടുതലും തുടക്കം മുതൽ തന്നെ പറയുന്നത് ഇസൈ പട എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വസൈ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഇസൈ വസൈ. വസൈ എന്ന് പറഞ്ഞാൽ പഴി, അതായത് കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ സംബോധനകൾ എന്നുള്ളതല്ല. അപ്പം ഇസയും വസയും എന്നുള്ള വാക്ക് വളരെയധികം ഈ 10 റിപ്പോർട്ടുകളിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ തുടക്കം നിന്ന് വായിക്കുകയാണ്. ഇഹലോക ജീവിതത്തിന്റെ സുഗന്ധമാവുന്നു കീർത്തി. ആർഹസ്ത്യ ജീവിതത്തിലും ബ്രഹ്മചര്യത്തിലും സന്യാസത്തിലും എന്നു വേണ്ട ഏത് അവസ്ഥയിലും സജീവ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നത് കീർത്തിയാകുന്നു. അനശ്വര സമ്പത്താണ് കീർത്തി. ദാനം കൊണ്ട് കീർത്തി വർദ്ധിക്കുന്നു. ഔദാര്യം അതിന് മകുടം ചാർത്തുന്നു. ആകയാൽ ഔദാര്യം, ദാനം എന്നീ അധികാരങ്ങൾക്ക് തുടർന്ന് കീർത്തി നിബന്ധിച്ചിരിക്കുന്നു. ആദ്യത്തെ കുറൾ. ഈതൽ ഇസൈപ്പെട വാഴ്തൽ അതുവല്ലത് ஊதியம் இல்லை உயிர்க்கு. ஈதல் இசைப்பட வாழ்தல். வறியவர்க்கு ஈதல் வேண்டும், அதனால் புகழ் உண்டாக வாழ வேண்டும். அப்புகழ் அல்லாமல் உயிர்க்கு ஊதியமானது வேறொன்றுം இல்லை. ഇനി പദങ്ങളായിട്ട് പോവാം. ഈതൽ, ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുക മൂലം. ഇസൈപ്പട, കീർത്തി കേൾക്കും പടി. വാഴ്തൽ, ജീവിക്കുക. അതുവല്ലത്, അതല്ലാതെ. ഉയിർക്ക്, മനുഷ്യർക്ക്. ഊതിയം, ലാഭകരമായ ഫലം. മറ്റൊന്ന്, ഇല്ലൈ, കിട്ടാനില്ല. ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുക മൂലം കീർത്തി കേൾക്കുംപടി ജീവിക്കുക. അതല്ലാതെ മനുഷ്യർക്ക് ലാഭകരമായ ഫലം മറ്റൊന്നും കിട്ടാനില്ല എന്ന് വളരെ ലഘുവായിട്ട് കവി പറയുന്നുണ്ട്. അത് ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുക, ആ കീർത്തിയോട് ജീവിക്കുക. അതിനേക്കാൾ ഫലപ്രദവും ലാഭകരവുമായ മറ്റൊന്ന് മനുഷ്യന് നേടാനില്ല. ദരിദ്രർക്ക് ദാനം നൽകി ആ ദാനകർമ്മത്താലുള്ള കീർത്തിയോട് ജീവിക്കണം. അതല്ലാതെ നന്മ മനുഷ്യന് വേറെ ഒന്നുമില്ല എന്ന് പറയും. പറഞ്ഞോളൂ. ഇല്ല, ഉഷാമേടെ പറയുന്നു. സാർ പറഞ്ഞോളൂ. അധ്യായം 24. ഈ അധ്യായത്തിലെ 1, 4, 9, 10 എന്നോട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ ആദ്യം ഇതിന്റെ ആ അധ്യായം എന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. പ്രശസ്തി അല്ലെങ്കിൽ പുകൾ, ഫെയിം എന്നൊക്കെയാണ് അതിന് പല ഭാഷാന്തരം നടത്തുമ്പോൾ. അതിന്റെ മുഖ്യ സന്ദേശം, ഈ 10 കുറലിന്റെ മുഖ്യ സന്ദേശം, പ്രശസ്തി ഇല്ലാത്തവരോട് ദാനധർമ്മങ്ങൾ നടത്തി പ്രശസ്തി നേടാനാണ് തിരുവള്ളുവർ ആഗ്രഹിക്കുന്നത്. പ്രശസ്തി ലഭിക്കാത്ത ജീവിതം പാഴായ വ്യായാമമാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഗൃഹനാഥന്റെ അഭിലഷണീയമായ കർത്തവ്യങ്ങളെ കുറിച്ചുള്ള അവസാനത്തെ അധ്യായം കൂടിയാണെന്നാണ് ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുക. ഇതാണ് ഇതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഈ 10 കുറലിലും കാണുക. അപ്പോൾ പ്രഥമത ഇതിലെ ആ ഒരാശയം, കീർത്തി ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല, കീർത്തിയാണ് പ്രധാനം എന്നൊക്കെയുള്ള ഒരു സന്ദേശം ഇതിൻ്റെ അകത്ത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വേദപുസ്തകം ബൈബിളുമായിട്ടൊരു ചെറിയ കോൺട്രഡിക്ഷൻ ഉണ്ടോ എന്ന് ആരംഭത്തിൽ ഞാനും അത് വായിച്ചപ്പോൾ ചിന്തിച്ചു. കാരണം ബൈബിളില് പ്രധാനപ്പെട്ടത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറെ ചെറിയവനാകുക, ദാസനാകുക, മേൽക്കോയ്മ 1ാം സ്ഥാനത്ത് കയറി ഇരിക്കരുത്, ഏറ്റവും താഴത്തെ സ്ഥാനത്തേക്ക് പോകണം, അതുപോലെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെങ്കിലും വെച്ച് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ എന്ന് ഞാൻ ആദ്യം ശങ്കിച്ചിരുന്നു. എന്നാൽ 1ാമത്തെ കുറലിലേക്ക് വരുമ്പോൾ ഇത് രണ്ടും നമുക്ക് നിഷ്കൃഷ്ട അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പിന്നീട് അത് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഈ ലിറ്ററൽ മീനിങ് അല്ല, അതിനപ്പുറത്തേക്ക് അതിനൊരു അർത്ഥമുണ്ട്. ഞാനത് മലയാളത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പ്രയോഗമുണ്ട്, കിടന്നുറങ്ങരുത്.
ഇരുന്ന് ഉണ്ണരുത്. ഈ രണ്ട് മലയാള പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാസ്തവത്തിൽ ഇരുന്ന് ഉണ്ണരുതെന്നോ കിടന്നുറങ്ങരുതെന്നോ അല്ലല്ലോ അതിന്റെ അർത്ഥം. അതായത് ഉണ്ണാൻ വേണ്ടിയിട്ട് ദീർഘനേരം ഇങ്ങനെ കാത്ത് വെയിറ്റ് ചെയ്ത് ഇരുന്ന് സമയം കളയരുത്. വിശക്കുമ്പോൾ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. കിടന്നുറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഉറക്കം വരാതെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടല്ല ഉറങ്ങേണ്ടത്. ഉറക്കം വന്നിട്ടാണ്. അതുവരെ അധ്വാനിക്കണം. ഇതാണ് അതിന്റെ സന്ദേശം. എന്ത് പറഞ്ഞതുപോലെയാണ് ഇവിടെ പ്രശസ്തിയെ കുറിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ആ അർത്ഥത്തിൽ ഇത് തന്നെയാണ് എല്ലാ കുറലിലും മിക്കവാറും ഒക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇനി അടുത്തതൊന്നും അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ആരംഭത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 231 കിടക്കുകയാണ്. ഖുറാൻ 231. ഈതൽ ഇസൈ പട വാഴ്ത്തൽ അത് വള്ളത്ത് ഊതിയം ഇല്ല ഉയർക്കൂ. ദാനപ്രശസ്തിയോടെ വാഴുക മറ്റൊന്നില് ലാഭമിജ്ജീവന് നേടാൻ. ഇല്ലാത്തവർക്ക് കൊടുക്കുക, പ്രശസ്തിയോടെ ജീവിക്കുക. ഇതുകൊണ്ട്, അതായത് ഈ ഒരു പരിപാടി നടത്തുന്നത് കൊണ്ട് മറ്റൊരു നേട്ടവും ഇല്ല. ശമ്പളമോ അവാർഡോ ഏതെങ്കിലും പാരിതോഷികമോ ഒന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല അത് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഈ പ്രശസ്തി നേടിക്കോ എന്ന് പറയുമ്പോൾ അതിന്റെ അന്തരാർത്ഥം എത്രയോ വലുതാണ് എന്ന് പഠിക്കുമ്പോഴാണ് ഇത് തമ്മിൽ വൈരുദ്ധ്യമല്ല, യോജിപ്പാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓവർ. Verse 231. No other virtue to man than donating to the poor and living in its fame. Give to the poor, and life will be richly graced. There is no greater profit for a man than this. Good reputation arising out of charity. No greater income in life than to live with fame that comes out of charity. Thank you, sir. മോഹൻദാസ് സർ. ആ 232. ആദ്യ തുടക്കത്തിലെ കവി പറഞ്ഞു, കീർത്തി നേടുന്നതിന് പൗരുഷം, വിദ്യ തുടങ്ങിയ ഉപാധികൾ വേറെയുമുണ്ട്. ഇതൊന്നുമില്ലാത്തവർക്കും ദാനം ചെയ്യാം. മികച്ച ഉപാധി ദാനം തന്നെയാണെന്ന് എടുത്തു പറയുന്നു. അടുത്തത് പുള്ളി പറയുന്നുണ്ട്, ഉരപ്പവയെല്ലാം ഇരപ്പാർക്ക് പൊൻഡ് വാർമേൽ നിൽക്കും പുകൾ. ഉരപ്പാർ, ലോകത്തിലെ എന്തെങ്കിലും ഒന്നിനെ എടുത്തു പറഞ്ഞ് വാഴ്ത്തുന്നവർ. കവിതയിലായാലും പുരാണത്തിലായാലും പ്രഭാഷണത്തിലായാലും ചരിത്രത്തിലായാലും അതിലേക്ക് ഓരോന്നിനെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നവർക്ക് ഉരപ്പവയെല്ലാം, പ്രകീർത്തിക്കുന്നതെല്ലാം ഇരപ്പാർക്ക്, ഇല്ലായ്മയാൽ ഓരോന്ന് യാചിക്കുന്നവർക്ക് ഒന്നിൽ ആവശ്യമുള്ളതെന്തോ അത് ദാനം ചെയ്യുന്നവരുടെ മേൽ നിലനിൽക്കുന്ന പുകൾ കീർത്തിയെ തന്നെ ആകുന്നു. അതുപോലെ എന്തെങ്കിലും ഒന്നിനെ എടുത്തു പറഞ്ഞ് വാഴ്ത്തുന്നവർ പ്രകീർത്തിക്കുന്നതെല്ലാം ഇല്ലായ്മയാൽ ഓരോന്ന് യാചിക്കുന്നവർക്ക് ആവശ്യമുള്ളത് എന്തോ അത് ദാനം ചെയ്യുന്നവരുടെ മേൽ നിലനിൽക്കുന്ന കീർത്തിയെ തന്നെ ആകുന്നു. വേറെ ഏതൊക്കെ രീതിക്ക് ഒരു പ്രശസ്തി വന്നാലും അത് ദാനം ചെയ്യുന്നതിൽ കൂടി കിട്ടുന്നതിനെയാണ് നേരത്തെ പ്രശസ്തി നേടുക, അല്ലെങ്കിൽ ഒരു പുരാണ കൃതി എഴുതി പ്രശസ്തിയാകാം, പ്രഭാഷണം ചെയ്ത് അദ്ദേഹം ആ മേഖലയിൽ മുൻപന്തിയിലെത്താം, ഒരു ചരിത്ര പുരുഷനാകാം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതാത് മേഖലകളിൽ പ്രശസ്തി നേടി വന്നാലും ആ പ്രശസ്തിക്കാരിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ദാനം ചെയ്തുള്ള പ്രശസ്തി തന്നെയാണ്.
എന്ന് പറയുന്നു. അത് ദരിദ്രർക്ക് ദാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മഹത്തായ പ്രശസ്തി ഉള്ള ഒരു മാർഗം. കഴിഞ്ഞോ സാർ? കഴിഞ്ഞു. വാഴ്ത്തുവോർ വാഴ്ത്തുന്നതൊക്കെ നിസ്വർഗേകും കീർത്തിമാന്മാർ തൻ പ്രശസ്തി. മനുഷ്യജന്മത്തിന് മറ്റ് ജന്മങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മേന്മകളുണ്ട്. ആ മനുഷ്യജന്മം വെറുതെ കളയാനുള്ളതല്ല. ജീവിതവ്യമായ ജീവിതം കൊണ്ട് അത് ധന്യവും സമ്പൂർണവുമാകണം. ഓരോ മനുഷ്യനും സമൂഹത്തിന് മാതൃകയാകണം. തിരുവള്ളുവർ ഈ കുറലിലൂടെ ഓരോ മനുഷ്യന്റെയും നന്മ ലക്ഷ്യമാക്കുന്നു. ഓരോ ഗുണവും അവൻ ഉൾക്കൊള്ളണം എന്ന് പ്രബോധിപ്പിക്കുന്നു. ജീവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഗുണം തന്നെയാണ് ലോകോത്തരം എന്ന് അദ്ദേഹം വിളംബരം ചെയ്യുന്നു. കുലീന വ്യക്തിത്വം ഉള്ളവർ കീർത്തിമാന്മാരാകുന്നു. അവർ അതിനർഹരാണ്. അവർ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളാണ് അവരെ ആ പ്രശസ്തിക്ക് അർഹരാക്കുന്നത്. അവർ വാഴ്ത്തപ്പെടേണ്ട ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവരിൽ നമുക്ക് കുലീനത തുളുമ്പുന്ന വാക്കുകൾ ദർശിക്കാം. ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷത ആ വ്യക്തിത്വത്തിന്റെ അദ്വിതീയത ചിത്രീകരിക്കുന്നു. അവരിൽ വ്യക്തിഗത പ്രത്യേകതകൾ കണ്ടെത്താൻ കഴിയും. പറയുന്നു, ലോകം ഉള്ളിടത്തോളം നിസ്വാർത്ഥ സേവകരുടെ പെരുമ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അത് നാൾക്കുനാൾ പുതിയ ചിന്താഗതികൾക്കനുസരിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും. അവരുടെ സേവനഗാഥകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും കീർത്തിയോടെ നിലകൊള്ളും. കാരണം അവരൊക്കെ തന്നെ സമൂഹ നന്മ എന്ന മന്ത്രണമാണ് സമൂഹത്തിന് പകർന്നു നൽകിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വാക്കുകളിലൂടെ തടയാൻ ശ്രമിച്ചു വിജയിച്ച ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വാക്കുകളിലൂടെ തന്റെ കീർത്തി ഇക്കാലവും നിലനിർത്താൻ പോകുന്നതാണ്. അതുപോലെ തന്നെയാണ് സതി നിർത്തലാക്കാൻ പരിശ്രമിച്ച രാജാറാം മോഹൻ റായ്, അഗതികളെ നെഞ്ചു ചേർത്ത മദർ തെരേസ, ഹെലൻ കെല്ലർ തുടങ്ങിയവർ. ഖുറാൻ പറയുന്നു, നല്ല വ്യക്തിഗത ഗുണങ്ങളും ഉയർന്ന ധാർമ്മിക നിലവാരവും നിലനിർത്തുകയും കുലീനമായ ജീവിതത്തിലൂടെ കാട്ടിത്തരിക ചെയ്യുന്നവർ തീർച്ചയായും വാഴ്ത്തപ്പെടേണ്ടവർ തന്നെ. വാഴ്ത്തുവോർ വാഴ്ത്തുന്നതൊക്കെ നിസ്വർഗേകും കീർത്തിമാന്മാർ തൻ പ്രശസ്തി. ഓവർ. കഴിഞ്ഞു സാറേ. In the changing world, all praise is about the virtue of those who donated to poor beggars. All who speak will proclaim abiding praise for those who give alms to the poor. Tirukkural 232 states that there is no greater gain than virtue, and no greater loss than living without it. It also says that there is no greater source of good than virtue, and no greater source of evil than forgetting it. No greater gain than virtue aught can cause, no greater loss than life obvious of her loss. Thank you. ഉരൈപ്പാർ ഉരൈപ്പവേ എല്ലാം ഇരപ്പാർക്കൊന്റെ ഈവാർ മേൽ നിൽക്കും പുകൾ. 233. ஒன்றா உலகத்து உயர்ந்த புகழ் அல்லால் ஒன்றாது நிற்பதொன்று இல். உயர்ந்த புகழ் அல்லாமல் உலகத்தில் ஒப்பற்ற ஒரு பொருளாக அழியாமல் நிலைநிற்க வல்லது வேறொன்று இல்லை. இதுல അവസര സ്ക്രീൻ 33 സർ, കാണുന്നില്ലേ? ഇല്ല, വന്നു ഇല്ല, വന്നില്ല. 32 ഇപ്പൊ വന്നു. ஒன்றா உலகத்து உயர்ந்த புகழ் அல்லால்
ഒൻറാത് നിற்பത് ഒன்று ഇൽ. ആദ്യത്തെ വാക്ക് ഒൻറാ, അത് കഴിഞ്ഞിട്ട് അതിന്റെ മൂന്നാമത്തെ വാക്ക് ഉയർந்த. ഒൻറാ ഉയർந்த പുകഴല്ലാൽ, മൂന്നാമത്തെ വാക്ക് അത് പറയാം. ഒൻറാ തനിക്ക് തുല്യമില്ലാത്തതായി, ഉയർந்த കേൾവി കേട്ട, പുകഴ് അല്ലാൽ കീർത്തി അല്ലാതെ, ഉലകത്ത് ലോകത്തിൽ, ഒൻറാത് അഴിവില്ലാതെ, നിற்பത് നിലനിൽക്കുന്നതായി, ഒன்று മറ്റൊന്ന് ഇൽ ഇല്ല. തനിക്ക് തുല്യമല്ലാത്തതായി കേൾവി കേട്ട, കീർത്തി അല്ലാതെ, ലോകത്തിൽ അഴിവില്ലാതെ നിലനിൽക്കുന്നതായി മറ്റൊന്നും ഇല്ല. അത് കീർത്തി തന്നെയാണ് തനിക്ക് വളരെ ശ്രേഷ്ഠമായത് എന്ന് കവി പറയുന്നു. അതായത് ശ്രേഷ്ഠമായ കീർത്തി അല്ലാതെ ലോകത്ത് അനശ്വരമായി നിൽക്കുന്നത് വേറൊന്നുമല്ല. ഖുർആൻ 233. നിസ്തുല്യ കീർത്തിയല്ലാതെ ഉലകത്തിൽ നിലനിൽക്കില്ല മറ്റുള്ളതൊന്നും. അനശ്വരവും അനുഭവവുമായി ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഒന്ന് മാത്രമേയുള്ളൂ, അതാണ് കീർത്തി. അത് പൊള്ളിക്കുന്ന ഒരു പ്രകാശമല്ല, ഹൃദ്യവും സൗമ്യമധുരവുമായ നിലാവാണ്. മറ്റെല്ലാ നേട്ടങ്ങളും കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോയാലും കീർത്തി ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കും. കർമ്മനിരതമായ ജീവിതം, ശുദ്ധമായ കർമ്മം, സദ്ഗുണഭരിതമായ ചര്യകൾ, കഠിന പ്രയത്നം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് കീർത്തിക്ക് അടിത്തറപ്പാകാൻ. ശ്രദ്ധയും സമർപ്പണവും അക്ഷീണമായ യത്നവും ഈശ്വരാധീനവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും നേടാൻ കഴിയുമെന്ന് സ്വജീവിതം കൊണ്ട് ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ്, അടിമകളുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. സ്വഭാവം ഒരു മരം പോലെയും പ്രശസ്തി നിഴൽ പോലെയുമാണ്. എന്നിരുന്നാലും ദാനത്തിലൂടെ നേടുന്ന കീർത്തി ദാനപ്രശസ്തിയാണ് ശ്രേഷ്ഠം. മഹാഭാരതത്തിലെ ഉജ്ജ്വല കഥാപാത്രമായ കർണൻ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത് ദാനപ്രശസ്തി കൊണ്ടാണ്. മഹാബലിയും അങ്ങനെ തന്നെ. ദാനം ചെയ്യണമെന്ന തോന്നലുണ്ടാകുന്നത് ഉള്ളിലെ നന്മ കൊണ്ടാണ്. തന്റെ കയ്യിലുള്ള വസ്തു, സമ്പാദ്യം തന്റേതല്ല എന്നറിയുന്നത് കൊണ്ട് മാത്രം. ഉദാരമതികൾക്ക് അത്തരം ചിന്തയുണ്ടാകും. ഇത് എന്റേതാണ്, ഇത് അന്യന്റേതാണ് എന്നൊക്കെയുള്ള ചിന്ത ലഘുക്കന്മാരുടേതാണ്. ഉദാരമതികൾക്ക് ലോകം മുഴുവനും സ്വന്തം കുടുംബവുമാണ്. അങ്ങനെയുള്ള ഉദാരമതികളാണ് യശസ്വിമാരാകുന്നത്. അവർ നിർഗുണരായ വ്യക്തികളിലും ദയ കാണിക്കുന്നു. ചന്ദ്രൻ മോഷ്ടാക്കളുടെ വീടുകളിലും നിലാവ് വിതറാതിരിക്കുന്നില്ലല്ലോ. നിസ്തുല്യ കീർത്തിയല്ലാതെ ഉലകത്തിൽ നിലനിൽക്കില്ല മറ്റുള്ളതൊന്നും. താങ്ക് യു. Except for exalted glory, which endures forever, everything on earth perishes. Tirukkural 233 states that the only way to merit virtue is to have a spotless mind. Spotless be thou in mind, as much as possible in every way, incessantly practice virtue. Nothing lasts save one's fearless renown. Verily, what is already experienced pales into insignificance before the promise of the future. There is nothing that stands forth in the world imperishable except fame exalted in solitary greatness. Nothing stays in the world eternal than noble reputation. Thank you. ഒൻറാ ഉലകത്ത് ഉയർந்த പുകഴല്ലാൽ ഒൻറാത് നിற்பത് ഒൻറുയിൽ. 234. நிலவரை நீள் புகழ் ஆற்றின் புலவரை போற்றாது புத்தேள் உலகு. நில உலகின் எல்லையில் நெடுங்காலம் நிற்கவல்ல புகழை செய்தால் வானுலகம் அவ்வாறு புகழ் செய்தாரை போற்றுமே அல்லாமல் தேவரை போற்றாது. നിലവരെ ഒരുവൻ ഭൂമിയുടെ അതിർത്തി വരെയും നീൾ പുകഴ് അഴിയാത്ത കീർത്തിയെ ആറ്റിൻ സമ്പാദിക്കുമെങ്കിൽ പുത്തേള് ഉലകും
ദൈവലോകം അവനെ അല്ലാതെ പുലവരെ തന്നിൽ സ്ഥാനം നേടിയിരിക്കുന്ന ജ്ഞാനികളെ, അതായത് ദേവഗണങ്ങളെ തന്നെ പോറ്റാതെ വാഴ്ത്തി പരിപാലിക്കുകയില്ല. ദേവന്മാരെക്കാൾ വന്ദനീയമാണ് കീർത്തിമാനായ മനുഷ്യന്റെ നില. ലോക അന്ത്യം വരെ നീണ്ട കീർത്തി സമ്പാദിച്ചാൽ ദേവലോകം ദേവന്മാരെ വാഴ്ത്തുകയില്ല, മറിച്ച് ഈ മനുഷ്യനെ ആയിരിക്കും വാഴ്ത്തപ്പെടുക. நிலவரை மேல்புகழ் ஆற்றின் புலவரை போற்றது புத்தேள் ഉലക്ക. അധികാരം 24, 234 ഖുറാൻ. നിലമെങ്ങും കീർത്തി കേൾപ്പിച്ചാൽ സ്തുതിക്കുകയില്ലമരരെയും സ്വർഗ ലോകം. ഈ ലോകത്ത് ഒരാൾക്ക് വലിയ പ്രശസ്തി ലഭിക്കുകയാണെങ്കിൽ ദേവലോകം ശുദ്ധ പണ്ഡിതന്മാരെ പുകഴ്ത്തുന്നത് അവസാനിപ്പിക്കും. അത്രയ്ക്കും ശ്രേഷ്ഠവും ശ്രേയസ്കരവുമാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നന്മ പ്രവർത്തിച്ച് പ്രശസ്തി കൈവരിക്കുക എന്നുള്ളത്. കൊണ്ട് പ്രവർത്തിക്കുക, നന്മയിൽ ജീവിക്കുക, അതായിരിക്കണം ഓരോ വ്യക്തിയുടെയും ലക്ഷ്യമെന്ന് കവി നമ്മെ പഠിപ്പിക്കുന്നു. ഓവർ. If fame is gained, which lasts till the end of world, heavens may praise them only, not gods. If men do virtuous deeds, by worldwide ample glory crowned, the heavens will cease to laud the sage for other gifts renowned. There is nothing that stands forth in the world imperishable except fame exalted in solitary greatness. Long live they blessed who have stood in path from falsehood freed, his who quenched lust that from the sense gates 5 proceed. Thank you. നിലവരെ നീൽപ്പുഴക് ആറ്റിൻ പുലവരെ ഒറ്റാത് പുത്തേൾ ഉലക്. 235. നത്തം പോൽ കേടും ഉളവാകും ചാക്കാടും വിത്തകർ അല്ലാൽ അരുത്. புகழ் உடம்பு மேம்படுதலாகும் வாழ்வில் கேடும் புகழ் நிலை நிற்பதாகும் சாவும். அறிவில் சிறந்தവർക്ക് അല്ലാமல் മറ്റവർക്ക് ഇല്ലേ. ഇവിടെ ആദ്യം രണ്ടാമത്തെ വരിയിലെ വിത്തകർ എന്നുള്ള വാക്കെടുക്കുന്ന രണ്ടാമത്തെ വാക്ക്. തത്തമ്പോൾ കേടും ഉളതാകും ചാക്കാടും വിത്തകർ. വിത്തകർക്കല്ലാൽ അതിന്റെ അർത്ഥം വരുന്നത് വിദ്യ കൊണ്ട് കീർത്തിയിലേക്ക് വന്ന ആൾക്കാർക്കല്ലാതെ മറ്റുള്ളവർക്ക് നത്തമാകും, കീർത്തിയാകുന്ന ദേഹത്തിന് അഴിവുണ്ടാകും. അതായത് വള്ളുവർ ഇവിടെ രണ്ട് ദേഹത്തിന് പറയുന്നത്, നമ്മുടെ ബോഡി അല്ലെങ്കിൽ ദേഹത്തിന് രണ്ടായിട്ട് പറയുന്നുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ വളരെ ലഘുവായിട്ട് പറയുന്ന ഒന്നാണ് പൂ ഉടൽ എന്ന് പറഞ്ഞാൽ ഈ മാംസം അടങ്ങിയ ഈ ദേഹം. പിന്നെ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് ആ ദേഹത്തിന് തന്നെ പുകഴുടൽ. പുകഴ് നമ്മൾ കീർത്തിയുള്ള ദേഹം. അപ്പൊ കീർത്തി ജീവിച്ചിരിക്കുമ്പോൾ ഒരു ജീവനുള്ളപ്പോൾ ഒരു ഇതുണ്ട്, അത് എന്നിട്ട് പൂവുടൽ, വളരെ എന്താ പറഞ്ഞ പോലെ അലങ്കാരം ചെയ്തൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വയ്ക്കുന്ന പൂവുടൽ. മറ്റൊന്ന് പുകഴുടൽ, പ്രശസ്തി കൊണ്ട് അലങ്കാരമായ ദേഹം. അങ്ങനെ രണ്ട് ഇത് പറയുന്നുണ്ട്. അതിനെയാണ് ഇവിടെ പറയുന്നത് നത്തമ്പോൾ കേടും ഉളതാകും ചാക്കാടും. അതായത് വിദ്യ കൊണ്ട് കീർത്തി നേടാത്തവരുടെ ദേഹം പെട്ടെന്ന് എന്താ പറഞ്ഞ നശിച്ചു പോകും, അല്ലെങ്കിൽ മരണം കൊണ്ട് അത് മണ്ണായി മാറുന്നുണ്ട്.
പക്ഷേ വിദ്യ കൊണ്ടോ മറ്റ് ദാനധർമ്മങ്ങൾ കൊണ്ടോ മുന്നിൽ നിൽക്കുന്ന ആളുടെ ദേഹം കീർത്തി കൊണ്ട് ഏത് കാലവും ഇവിടെ നിലനിൽക്കും എന്നുള്ളതാ പറയുന്നത്. വിത്തകർക്കല്ലാൽ മറ്റുള്ളവർക്ക് കീർത്തിയാകും ദേഹത്തിന് അഴിവുണ്ടാകും, കേടും ദ്രവിച്ചു പോകലും ഉണ്ടാകും. ഈ അവസ്ഥ കീർത്തിയാകുന്ന ശരീരം എന്നെന്നും നിലനിൽക്കുന്ന അനുസരത്വം വിദ്യ കൊണ്ട് വന്ന ജനങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതാ പുകഴ് ഉടലിന്, പുകഴ് എന്ന് പറയുമ്പോൾ കീർത്തിയുള്ള ആ ദേഹത്തിന് ഇത്തരം അഴിവും ചാക്കാടും മരണവും ഉണ്ടാവുന്നില്ല. ക്ഷയിക്കലും മരണമടയലും എല്ലാ ശരീരങ്ങൾക്കും ഉള്ളതാണ്. പഞ്ചഭൂത സൃഷ്ടമായ ഉടലുകളെല്ലാം അങ്ങനെ അഴിയും. എന്നാൽ വിജ്ഞാന്മാർക്കും സുഹൃത്തുക്കൾക്കും ഭൗതിക ശരീരം കൂടാതെ അദൃഷ്ടമായ മറ്റൊരു ശരീരം കൂടിയുണ്ട്. അതത്രേ പുകഴുടൽ, അതായത് കീർത്തിയാകുന്ന ശരീരം. ആ ശരീരത്തിന് അഴിവും മരണവും ഒന്നും ഉണ്ടാകാതെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ഭൗതിക ശരീരം വെടിയുന്നു. ഈ അപൂർവ സൗഭാഗ്യം വലിയ കീർത്തിമാന്മാർക്ക് മാത്രമേ ഉണ്ടാവൂ. നിലനിൽക്കെ അഴിവും മരണവും സുകൃതികൾക്കല്ലാതെയില്ല. പുകഴുടൽ നിലനിൽക്കെ അഴിവും മരണവും സുകൃതികൾക്കല്ലാതെയില്ല. യശസ്സും ക്ഷാമവും ചേർന്ന ജീവിതം, കീർത്തിധന്യമായ മരണം, വിജ്ഞരല്ലാത്തോർക്ക് അസാധ്യം തന്നെ നിശ്ചയം. ക്ഷയിക്കലും മരണമടയലും ഒക്കെ എല്ലാ ശരീരങ്ങൾക്കും ഉള്ളതാണ്. പഞ്ചഭൂത സംസൃഷ്ടമായ ഉടലുകളൊക്കെ ഇല്ലാതാകും. എന്നാൽ വിജ്ഞാർക്കും നല്ല പ്രവൃത്തി ചെയ്തവരുടെയും ഭൗതിക ശരീരം നഷ്ടപ്പെട്ടാൽ തന്നെ മരണത്തോടുകൂടി അവരുടെ ജീവിതം ശരീരം നഷ്ടപ്പെട്ടുകൂടി അവരുടെ അദൃഷ്ടമായ മറ്റൊരു ശരീരം നിലനിൽക്കുന്നത് അത് കീർത്തിയാകുന്ന ശരീരമാണ്. ആ ശരീരത്തിന് നാശമില്ല, അതുകൊണ്ട് തന്നെ മരണവുമില്ലെന്ന് നമുക്ക് പറയാം. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അവന്റെ ഭൗതിക ദേഹം വെടിയുന്നു. ഈ അപൂർവ സൗഭാഗ്യം വലിയ കീർത്തിമാന്മാർക്ക് ഉണ്ടാകും. അദൃഷ്ടമായ മറ്റൊരു ശരീരം കൂടിയുള്ളതല്ലേ എന്നും ഓർമ്മിക്കപ്പെടുന്നത്. ഇവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സഫലമായി. ഒരിക്കലും തേയ്മാനമില്ലാത്ത ശുദ്ധമായ നിലാവാണ് ജീവിതം. ക്രമേണ കുറഞ്ഞ് ഒരമാവാസിയിൽ അവസാനിക്കുന്നതല്ലത്. എന്റെ തെറ്റും ശോഭയും നാൾക്കുനാൾ വർദ്ധിക്കുകയേ ഉള്ളൂ. ധർമ്മിഷ്ഠരായ സജ്ജനങ്ങളുടെ പ്രസാദ മധുരമായ മുഖം നടുവിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ ഉദിച്ചു. ആത്മാവിൽ നിന്ന് പ്രശോഭിതമായി ധർമ്മത്തിനനുസൃതമായി ശുദ്ധമായ നിസ്വാർത്ഥമായി പുണ്യങ്ങളെ ക്കുന്ന ധന്യ ജന്മങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് തിരുക്കുറൾ ആദർശവൽക്കരിക്കുന്ന കീർത്തി. തിരുക്കുറൾ ആദർശവൽക്കരിക്കുന്ന കീർത്തി. ഉള്ളിന്റെ സുഗന്ധം മനുഷ്യ പ്രശസ്തിയെ തേടിയ ഉള്ളിന്റെ ഉൾവരുന്ന ഒരു സുഗന്ധമാണ് കീർത്തി. മനുഷ്യൻ പ്രശസ്തിയെ തേടിയല്ല, പ്രശസ്തി മനുഷ്യനെ തേടിയാണ് വരേണ്ടത്. ഖുർആൻ പറയുന്നു, ദൈവം ഒരാത്മാവിനെ അവൻ ഉൾക്കൊള്ളുന്ന ശരീരത്തിലൂടെ സത്കർമ്മങ്ങൾ നടപ്പിലാക്കുന്നു. അങ്ങനെ അവനെ യശസ്സുള്ളവനാക്കുന്നു. അവന്റെ ചെയ്തികളെ, സത്കർമ്മങ്ങളെ ലോകത്തോട് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. പുകഴാർന്നു വാഴാത്തോർ താൻ പഴിക്കാതെ ഇകഴ് പോലെ എന്തേ പഴിക്കാൻ. ഓവർ. For none other than the wise reputed life and death in old age, maintaining eternal fame is possible. Patience and perseverance lead to renown. Are fruits which only wisdom rare can yield, prosperity to the body of fame, resulting in poverty to the body of flesh, and the stability to the former arising from the death of the latter, are achievable only by the wise. The loss that is gained
and the death that is life of immortal glory are attained only by the wise. നത്തം പോൽ കേടും ഉളതാകും ചക്കാടും വിത്തകർക്കല്ലാൽ അരുത്. 236. തിരുവള്ളുവർ അവസാനമായിട്ട് നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ജനിക്കുന്നത്? ആ കീർത്തി നേടാൻ, യശസ് നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ അതിൻ്റെ പരമോന്നത കീർത്തി അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിപ്പെടണം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ജനിക്കാതിരിക്കുന്നതാണ്, അത് മനുഷ്യൻ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കടുപ്പിച്ച് പറയുന്നുണ്ട്. നല്ലൊരു ഇതാണ് പറയാൻ, ക്ലാസിക്കൽ പറയാൻ പറ്റുന്ന ഒരു പുരാണം. തോன்றுക പുകഴോട് തോன்றுക, അഹതില്ലാർ തോன்றലിൻ തോன்றாமை നഞ്ച്. ആ ഒരേ വാക്കുകൊണ്ട് തന്നെയാണ് അർത്ഥങ്ങളാക്കി മാറ്റി പറയുന്നുണ്ട്. തോன்றுക പുകഴോട് തോன்றுക, അഹതില്ലാർ തോன்றലിൻ തോன்றாமை നഞ്ച്. തോന്നിൽ മനുഷ്യരെ ജനിക്കുകയാണെങ്കിൽ പുകഴോട്, പ്രശസ്തിക്ക് ഹേതുവായ അടിസ്ഥാന ഗുണങ്ങളോടുകൂടി തോன்றுക, ജനിക്കുക. അഹതിലർ, അത്തരം ഗുണങ്ങൾ ഇല്ലാത്തവർ, തോன்றലിൻ, മനുഷ്യരായി പിറക്കുന്നതിനേക്കാൾ തോன்றாமை, പിറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, ഏത് മേഖലയിൽ ചെന്നാലും അവിടെ പ്രശസ്തി നേടണം. അതിന് കഴിയില്ലെങ്കിൽ അവിടേക്ക് ചെല്ലാതിരിക്കുന്നതാണ് നന്മ എന്നും കൂടി കവി പറയും. 236. ജനിക്കിൽ പുകൾ ചേർന്ന് വേണം, അല്ലെങ്കിൽ ജനിക്കാതിരിക്കലേ നല്ലു. ജനിച്ചാൽ കീർത്തിയോടെ ജീവിക്കണം, അല്ലെങ്കിൽ ജനിക്കാതിരിക്കണമെന്ന് ഉറക്കെ പറയുന്ന നീതിയാണ് കുറൽ നീതി. കീർത്തി സമ്പാദിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ അത് യഥാർത്ഥ ജീവിതമാകുന്നുള്ളൂ. തിരുക്കുറൾ ആദർശവൽക്കരിക്കുന്ന ജീവിതമണ്ഡലം ഏറെ ഉയർന്നതാണ്. ധാർമ്മികമായും മൂല്യബോധം കൊണ്ടും ഏറെ ഉയർന്നതും മാതൃകാപരവുമായ ഒന്ന്. മനുഷ്യൻ സ്വയം ശുദ്ധീകരിക്കണം. ഉദാത്തമായ ധർമ്മനിഷ്ഠയോടെ പ്രപഞ്ച ജീവിതം പൂർത്തിയാക്കണം. സഫലവും സ്വാർത്ഥകവും നിസ്വാർത്ഥവുമാകണം ഓരോ പ്രവൃത്തിയും. ജീവിതം സത്കർമ്മങ്ങളെ കൊണ്ടും വിചാരങ്ങളെ കൊണ്ടും നിറയ്ക്കണം. ദേവനും മനുഷ്യനും തമ്മിൽ ഒരു നേരിയ വ്യത്യാസം പോലും ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധം ദൈവീകമായിരിക്കണം ജീവിതം. സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും അഹിംസയുടെയും തത്വങ്ങൾക്ക് പ്രശസ്തനായിരുന്നു ഗാന്ധിജി. ഒരു മനുഷ്യൻ അവന്റെ ചിന്തകളുടെ ഉൽപ്പന്നമാണെന്നും എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്നും അദ്ദേഹം ഈ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി. ലോകമുള്ളിടത്തോളം അദ്ദേഹത്തിന്റെ പ്രശസ്തി വാഴ്ത്തപ്പെടും, ഉദ്ഘോഷിക്കപ്പെടും തീർച്ച. ജനിക്കിൽ പുകൾ ചേർന്ന് വേണം, അല്ലെങ്കിൽ ജനിക്കാതിരിക്കലേ നല്ലു. താങ്ക് യു. Whichever field is trudged, fame should be attained. Otherwise, it is better not to step in. If you are born in this world, be born with qualities conducive to fame. From those who are destitute of them, it will be better not to be born. If man, you walk the stage, appear adorned with glory's grace, save glorious you can shine, 'twere better hide your face if you are born in this world. Thank you. തോന്നിൻ പുകഴോട് തോറ്റുക, അതിലാർ തോന്നിൽ തോന്റാമൈ നന്ദ്. 237. புகழ்பட வாழாதார் தன் நோவார் தம்மை இகழ்வாரை நோவது எவன்? தமக்கு புகழ் உண்டாகுமாறு வாழ முடியாதவர் தம்மை தாம் நொந்து கொள்ளாமல் തമ്മൈ ഇകഴുകിன்றവരെ നൊന്തു കൊള്ള കാരണം എന്ന്. അതായത് തൊട്ടു മുമ്പ് പറഞ്ഞ ആ കുറളിലെ, അതായത്
ഏത് മേഖലയിലാണെങ്കിലും ആ മേഖലയിൽ ശ്രേഷ്ഠമായ സ്ഥാനത്തെത്തണം. അതിന് ചില അടിസ്ഥാന ഗുണങ്ങളും ഉണ്ടാവണം. അങ്ങനത്തെ ഗുണങ്ങളോ ശ്രമമോ ഇല്ലാതെ ഒന്നും ശ്രമിക്കാതെ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ പറയും, ഇത് എന്തിനാണ് ഇങ്ങനെ വന്ന് ഈ സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന് പഴി പറയുമ്പോൾ ആ പഴി പറയുന്നവരെ കുറ്റപ്പെടുത്താതെ അവനവൻ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് കവി പറയുന്നു. അത് മാത്രമല്ല, ചോദ്യം കൊണ്ട് ചോദിക്കുകയാണ്, புகழ்பட வாழாதார் தன்னாவோர் தம்மை ഇകഴ്വാറെ നോവ ദേവൻ. പുകഴ്പട തനിക്ക് ഉണ്ടാവുന്ന വിധത്തിൽ വാഴാതാർ ജീവിക്കാൻ ശ്രമിക്കാത്തവർ, അതിനെ ചൊല്ലി അന്യർ ഇകഴ്ത്തി സംസാരിക്കവേ തൻ്റെ കുറ്റത്തിന് അവരിൽ പഴിചാരി തന്നാവാർ, ഈ പതനത്തിന് കാരണം താൻ മാത്രമാണെന്ന് കരുതി സ്വയം പഴിക്കാതെ തന്നെ പഴിക്കാതെ ഇകഴ്വാറെ അങ്ങനെ നിന്ദിക്കുന്നവരെ നോവത് പഴിക്കുന്നത് അവർ ഇത്തരക്കാരായി പോയല്ലോ എന്ന് കരുതി ദുഃഖിക്കുന്നത് ഏവൻ എന്തിനാണാവോ. അവനവന്റെ പ്രവൃത്തി കൊണ്ട് അവനവന് ശ്രമിക്കാത്തത് കൊണ്ട് പ്രശസ്തിയിലേക്ക് അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് പെടാൻ സാധിക്കാത്ത അവസരത്തിൽ സ്വയം തന്നെയാണ് പഴി പറയേണ്ടത്, അല്ലെങ്കിൽ മനം നൊന്ത് വിഷമിക്കേണ്ടത്. അതിന് പകരം അത് എടുത്തു പറയുന്ന മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം വല്ലതുമുണ്ടോ എന്ന് കവി ചോദിക്കുന്നത്. സ്വയം കീർത്തിയോടെ വാഴാൻ കഴിയാത്തവർ അഥവാ അതിന് ശ്രമിക്കാത്തവർ സ്വയം കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇയാൾ ഇത്തരക്കാരനായി പോയല്ലോ എന്ന് അന്യർ പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ അവരിൽ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുകയല്ല വേണ്ടത്. തൻ്റെ കുറ്റത്തെ പഴിക്കാതെ അതിന് അന്യരെ പഴിക്കുന്നതിൽ എന്തർത്ഥം എന്ന് കവി ചോദ്യത്തോട് അത് അവസാനിക്കുന്നു. പുകഴാർന്നു വാഴാത്തോർ താൻ പഠിക്കാതെ ഇകഴ്പോലെ എന്തേ പഠിക്കാൻ. ദുഷ്ടമാർഗേ ചരിക്കും നോവാതെ തങ്ങളെ നിന്ദിപ്പോരെ ദുഷിക്കുന്നത് ബുദ്ധി വിരൂപമാണ്. സ്വയം പ്രശസ്തിയോടെ അറിയപ്പെടാൻ കഴിയാത്തവർ അല്ലെങ്കിൽ അതിന് ശ്രമിക്കാത്തവർ സ്വയം കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഇയാൾ ഇത്തരക്കാരനായല്ലോ, എന്തേ ഇയാൾ ഇങ്ങനെയുള്ളവനായി എന്ന് മറ്റുള്ളവർ ഇകഴ്ത്തി പുച്ഛിച്ച് പറയുമ്പോൾ അവരിൽ പഴിചാരി രക്ഷപ്പെടുവാനല്ല നോക്കേണ്ടത്. പകരം തൻ്റെ പോരായ്മ, കഴിവുകേട് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. മറ്റുള്ളവർ എന്നെ സ്വീകരിക്കണമെന്നും പ്രശംസിക്കണമെന്നും ആശയില്ലാത്തവർ ആരാണുള്ളത്? പക്ഷേ ആ ആശകളെ നമ്മുടെ പ്രവൃത്തികളിലൂടെ സ്വായത്തമാക്കാൻ ശ്രമിക്കണം. വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം പോരാ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ, അതുപോലെ തന്നെയാണ് വിതച്ചത് കൊയ്യുമെന്നും. കീർത്തി നേടാൻ സത്കർമ്മങ്ങൾ നമ്മുടെ ജീവിത പാതയിൽ കടന്നു വന്നിട്ടുണ്ടാകണം. ത്യാഗം കൊണ്ട് പൂജിക്കണം, ദാനം കൊണ്ട് പ്രസാദം നൽകണം, ജീവിച്ചു എന്നതിനൊരടയാളം നൽകി പോകണം. എത്ര പേർക്ക് അതിന് സാധിക്കും? ആർക്കാണ് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമനാകാൻ കഴിയുക? ആർക്കാണ് മനുഷ്യസ്നേഹിയായ യാചകരുടെയും നിരാശ്രയരുടെയും ആശ്രയമായിരുന്ന മറിയത്തിന്റെ പുത്രനാകാൻ കഴിയുക? ആർക്കാണ് ഖുറാനിൽ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന മറ്റുള്ളവന്റെ വിശപ്പിനെ മനസ്സിലാക്കാൻ വ്രതകാലമനുഷ്ഠിച്ച് മാതൃകയായ മുഹമ്മദ് നബിയാകാൻ കഴിയുക? ഇവരെ കൂടാതെ ഇനി എത്രയോ എത്രയോ പുണ്യാത്മാക്കൾ അവരുടെ പ്രവർത്തികളിലൂടെ, സത്പ്രവർത്തികളിലൂടെ മനുഷ്യന് നന്മയുടെ മാർഗം കാട്ടി തന്നിരിക്കുന്നു. അവരിൽ എങ്ങനെ അവരൊക്കെ ഇതിൽ എത്തപ്പെട്ടു എന്ന് നമുക്ക് അന്വേഷിക്കാം. പറ്റുമെങ്കിൽ അവ മനസ്സിലാക്കി, അത്രയും വലിയൊരു തലത്തിൽ എത്താൻ പറ്റില്ലെങ്കിൽ പോലും അതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്ത് നമുക്ക് കീർത്തിമാന്മാരാകാൻ ശ്രമിക്കാം. അത് തന്നെയാണ് തിരുവള്ളുവർ പറയുന്നു, മറ്റുള്ളവരുടെ കുറവുകൾ കാണാൻ ശ്രമിക്കാതെ സ്വയ ശുദ്ധീകരണം നടത്തുക. പുകഴാർന്നു വാഴാത്തോർ താൻ പഠിക്കാതെ ഇകഴ്പോലെ എന്തേ പഠിക്കാൻ. ഓവർ. Men living not so as to get fame may worry themselves
why blame men criticizing them instead? If your days will spend devoid of goodly fame, when men despise, why blame them? You have yourself to blame. Thank you. புகழ்பட வாழாதார் தன் நோவார் தமை புகழ்வாரே നോവദേവൻ. 238. ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ 6ാമത്തെ കുറളായിരുന്നു. തോன்றுക പോഴോട് തോன்றுക അകുതലാർ തോன்றലും തോன்றாമൻ. അതിന്റെ തുടർച്ചയായിട്ട് 8, 9, 10 ആ 3 കുറളും ഒരേ അർത്ഥം തരുന്നതാണ്, അല്ലെങ്കിൽ ഒരേ സന്ദേശം തരുന്നതായിട്ടാണ് വരുന്നത്. അപ്പൊ 6നെ നമ്മൾ ബന്ധപ്പെടുത്താണ് 8, 9, 10 എന്ന് പറയുന്നത്. ഇവിടെ ആ നേരത്തെ പറഞ്ഞ ആ വാക്കുകൾ തന്നെ വരുന്നുണ്ട്. ഇസൈ വസൈ എന്നുള്ള വാക്കുകൾ, ഇസൈ എന്ന് പറഞ്ഞ കീർത്തി, വസൈ എന്ന് പറഞ്ഞ പഴി, ആ 3 വാക്കുകളുടെയും ഈ 3 കുറളിലും റിപ്പീറ്റ് ചെയ്ത് കവി ഉപയോഗിക്കുന്നുണ്ട്. വസൈ என்ப வையத்தார்க்கெல்லாம் இசை என்னும் എച്ചം പൊറാ വിടീൻ. ആദ്യത്തെ വരിയിലെ ഇസൈ എന്നും, 2ാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് ഇസൈ എന്നും, അത് എടുക്കണം. ഇസൈ എന്നും എച്ചം, കീർത്തിയാവുന്ന സമ്പത്തിന് നിർബന്ധമായിട്ടും നേടി വയ്ക്കേണ്ടതായ ആ നിധിയെ പെറാവിടീൻ, 2ാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് പെറാവിടീൻ, നേടി വയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ, അതായത് കീർത്തിയാകുന്ന സമ്പത്തിന് തന്റെ ജീവിതത്തിൽ നേടി വയ്ക്കാതെ ഇരിക്കുകയാണെങ്കിൽ, വയ്യാത്താർക്കെല്ലാം, ആദ്യത്തെ വരിയിലെ 2ാമത്തെ വാക്ക് വയ്യാത്താർക്കെല്ലാം, ഈ ഭൂമിയിൽ ഉള്ളവർക്കെല്ലാം അത് തന്നെ പഴിയായി തീരും. വസയൻപ, പഴിയായി തീരും എന്ന് ജ്ഞാനികൾ പറയുന്നു. അനുഭവസ്ഥർ അല്ലെങ്കിൽ ജ്ഞാനികൾ പറയുന്നത്, നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ല സമ്പത്തായ ആ കീർത്തി നേടി വയ്ക്കുക. നിന്റെ വരുന്ന തലമുറയ്ക്ക് അവർക്ക് നിന്റെ പേര് പറയത്തക്ക വിധത്തിൽ കീർത്തി സംഭവിച്ചു വയ്ക്കുക. അതല്ലാതെ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പഴി പറയുകയേ ഉള്ളൂ. പിന്നെയും, അതായത് തൻ്റെ കാലശേഷവും തുടർന്ന് ജീവിക്കണമെങ്കിൽ അവൻ എങ്ങനെ ജീവിക്കുന്ന, അവന്റെ പ്രശസ്തി കൊണ്ട്, ആ പേര് കൊണ്ട് അവിടെ ജീവിക്കുകയാണെങ്കിൽ അതിന് കീർത്തി ഉണ്ടായേ പറ്റൂ. പിതാവിനെ തുടർന്ന് വരുന്ന ഉത്തമനായ മകനെ പോലെയാണ് കീർത്തിയും. അച്ഛന്റെ സ്ഥാനം കൂടുതൽ മേന്മയോടെ മകൻ നിലനിർത്തും. അങ്ങനെ പിൽക്കാല പ്രസക്തിക്ക് ഉതകുന്ന ഉത്തമ സമ്പത്തായ കീർത്തിയെ നേടി വയ്ക്കാതിരുന്നാൽ ലോകം അവരെ നിന്ദിക്കുകയേ ഉള്ളൂ. കാരണം അത് ചെയ്യാമായിരുന്ന ഒരു ജന്മം മുഴുവൻ അവർ പാഴാക്കി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞായിരിക്കും അവരെ പഴിച്ചാരുക. 238. പിന്നെയും വാഴുവാൻ കീർത്തിയെ നേടായി നിന്ദിക്കുകയേ ചെയ്യൂ ലോകം. ഒന്നാം ജീവിതം എന്നാൽ നാം ജീവിക്കുന്ന ഈ ജീവിതം തന്നെയാണ്. ഇതിനൊരു കാലപരിധിയുണ്ട്, അതായത് മരണം വരെ. അവിടെ നിന്നാണ് 2ാം ജീവിതത്തിന്റെ തുടക്കം, കീർത്തിയുടെ യശസ്സാകുന്ന ശരീരത്തിന്റെ ജീവിതം. അതിന് കാലപരിധിയില്ല. ലോകമുള്ളിടത്തോളം ആ ജീവിതം ഉണ്ടാകും. അത് ധന്യമാക്കണം. ഒരു തരത്തിൽ പറഞ്ഞാൽ അതത്രയും ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ജീവിതം. ജീവിതശുദ്ധി കൊണ്ട് ഔന്നത്യം നേടുക എന്ന വ്രതം ശീലമാക്കിയിട്ടുള്ളവരെ ഐശ്വര്യം ഇങ്ങോട്ട് തേടി വരും. ഐശ്വര്യ സമ്പത്ത് നേടി ദാനമാഹാത്മ്യത്തിലൂടെ അനശ്വരമായ കീർത്തി നേടാൻ അവർക്ക് അനവധി അവസരങ്ങൾ ഉണ്ടാവും. ലോകമെമ്പാടുമുള്ള വംശീയ സമത്വത്തിനും തൊഴിലാളി വർഗത്തിനും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ലോക നേതാവായിരുന്നു മാർട്ടിൻ ലൂതർ കിംഗ് എന്ന മഹാനായ മനുഷ്യൻ. നീതിയും സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ അടിത്തറ. അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിലൂടെ വംശീയ അസമത്വത്തിനെതിരെ പോരാടുന്നതിന് 1964 ഒക്ടോബർ 14 നോർവേയിലെ ഓസ്ലോവിൽ വെച്ച് നോബൽ സമ്മാനം സ്വീകരിച്ച വേളയിൽ അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി.
നിരായുധമായ സത്യവും നിരുപാധികമായ സ്നേഹവും യഥാർത്ഥത്തിൽ അവസാന വാക്കായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ശരി താൽക്കാലികമായി പരാജയപ്പെടുന്നത് തിന്മയുടെ വിജയത്തെക്കാൾ ശക്തമാകുന്നത്. തന്റെ ജീവിതം തന്നെ മാനവ ലോകത്തിന് ദാനമായി നൽകിയ രോഗമുള്ളിടത്തോളം ജനഹൃദയങ്ങൾ വീണ്ടും വീണ്ടും പുനർജനിക്കുക തന്നെ ചെയ്യും. പിന്നെയും വാഴുവാൻ കീർത്തിയെ നേടായതിൽ നിന്ദിക്കുകയെ ചെയ്യൂ ലോകം. പിന്നെയും വാഴുവാൻ കീർത്തിയെ നേടായതിൽ നിന്ദിക്കുകയെ ചെയ്യൂ ലോകം. താങ്ക് യു. Life of all those who don't gather lingering fame is to be erring. If no day passing idly, good to do each day you toil. A stone it will be to block the way of future days of moil. Here fame is virtue's child. Not to beget fame will be esteemed a disgrace by the wise in this world. This verse means the world will declare one's life a disgrace if they did not attain the fame that remains after their death. Thank you. വശൈ என்ப വയ്യത്താർക്കെല്ലാം ഇശയെന്നും ഇച്ഛം പൊറാവിടിൻ. 239. 238 ആദ്യത്തെ വാക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. വശയില വൺ പയൻ കുன்றும் ഇസയില യാക്കെ പുറത്ത നിലം. ഇത് 238 അത് തന്നെയാണ്. വശയെൻപ തൊട്ടടുത്ത് ഇസയൻ എന്നുള്ള വാക്ക് വന്നു. ഇവിടെ അത് തന്നെയാണ്. വശയില വൺപയൻ കുன்றும் ഇസയില യാക്കെ പുറത്ത നിലം. புகழ் பெறாமல் வாழ்வை கழித்தவருடைய உடம்பை சுமந்த நிலம் வசையற்ற வளமான பயனாகிய விளைவு இல்லாமல் கொண்டுவிடும். തിരുവള്ളർ അവസാനമായിട്ട് പറയുന്നുണ്ട്, നീ നന്മ ചെയ്ത് ദാനം ചെയ്ത് പ്രശസ്തി നേടി വെക്കണം. അതാണ് നിരന്തരമായ ഒരു നിധി. നിന്റെ വരും തലമുറയ്ക്കും നിന്റെ പേര് പറയാൻ ഉള്ള ഒരു മാർഗം. അതല്ലാതെ ഒരു ജഡം പോലെ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ നിന്നെ ചുമക്കുന്ന ഈ ഭൂമിക്ക് പോലും അതിൻ്റെ പറഞ്ഞ പോലെ നിന്നെ ചുമന്നതിൻ്റെ ഫലമായി അതിൻ്റെ നന്മ കുറഞ്ഞു പോകും, വളം ഇല്ലാമായി പോകും എന്ന് അവന്റെ ജീവിതത്തിന് തന്നെ അവന്റെ ജീവന് വില ഇല്ല എന്നുള്ള രീതിക്ക് കവി പറയുന്നുണ്ട്. അതായത് വസയില്ല വൺപയൻ കുன்றுം ഇസയില യാക്കൈ പുറത്ത നിലം. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഇസയില കീർത്തിയില്ലാത്ത, യാക്കൈ ജഡം ശരീരത്തെ പുറത്ത് താങ്ങുന്ന നിലം ഭൂമി, വസയില കഴിയാർന്നതല്ലാതെയുള്ള സമൃദ്ധമായ, വൺപയൻ വളക്കൂറിൽ നിന്നുള്ള വിളവുകളെ കുன்றுം കുറയ്ക്കും. കീർത്തിയില്ലാത്ത ശരീരത്തെ താങ്ങുന്ന ഭൂമി കഴിയാർന്നതല്ലാതെയുള്ള വളക്കൂറിൽ നിന്നുള്ള വിളവുകളെ കുറയ്ക്കും. ഒട്ടും കീർത്തി കേൾക്കാതെ നിരന്തരമായ ജന്മം നയിക്കുന്നവരുടെ ജഡ ശരീരം താങ്ങേണ്ടി വരുന്ന നിലം വരണ്ടു പോവുകയുള്ളൂ. വളക്കൂറാർന്ന ആ നിലത്തുണ്ടാകേണ്ട സമൃദ്ധമായ വിളവുകൾ പോലും കരിഞ്ഞുണങ്ങി മുരടിച്ചു പോകും. അധികാരം 24 ഉറൾ 239. വസയില വൺപയൻ കുன்றுം ഇസയില യാക്കൈ പൊറുത്ത നിലം. യാതൊരു പ്രശസ്തിയും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ കളങ്കമില്ലാത്ത ഫലഭൂയിഷ്ടമായ ഈ ഭൂമിക്ക് വിളവ് വളരെ കുറയും. കരിയും മുരടിക്കും വിളവുകൾ പുകഴ അറ്റൊരുടലിനെ താങ്ങും നിലത്തിൽ. അപ്പോൾ അത്രയ്ക്കും ഗൗരവമായി തന്നെ നാം കാണേണ്ടതാണ് നല്ല പ്രവൃത്തികൾ.
അതിലൂടെ സ്വാഭാവികമായും വരേണ്ടതാണ് പ്രശസ്തി എന്ന് പറയുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയല്ല, ചെയ്യുമ്പോൾ പ്രശസ്തി താനേ വരുന്നു. അതാണ് ഭൂമി സ്വാഭാവികമായി വിളവ് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് ആ ഒരു അലങ്കാരം, ഉപമ പ്രയോഗിച്ചുകൊണ്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വയമേവ ഭൂമി ഫലഭൂയിഷ്ടമായി തീരുന്നത് പോലെയാകും ഒരു വ്യക്തിയുടെ ജീവിതം. ഓവർ. Soil which held waste body of the one who lived without fame will turn infertile and run short of yield. The ground which supports a body without fame will diminish in its rich produce. The land that bears inglorious bodies will shrink in its glory of yield. Here I am thinking about a Malayalam phrase, ഭൂമിക്ക് ഭാരമായി ജീവിക്കുക. താങ്ക് യു. വശയില വൺപയൻ കുന്റും ഇശയില യാക്കെ പൊറുത്ത നിലം. 240. ഇവിടെയും ആ 8, 9 പറഞ്ഞതുപോലെ തന്നെയാണ് ആദ്യ വാക്ക് വശൈ. വശൈ ഒഴിയ വാഴ്വാരെ വാഴ്വാർ, ഇസൈ ഒഴിയ വാഴ്വാരെ വാഴാതവർ. വളരെ ലഘുവായിട്ട് வசை ஒழிய வாழ்வாரே வாழ்வார். தாம் வாழும் வாழ்க்கையில் பழி உண்டாகாமல் வாழ்கின்றவரே உயிர் வாழ்கின்றவர். புகழ் ഉണ്ടാകാமல் வாழ்கின்றവരെ ഉയർ വാഴാതവർ. അതായത് ആ 10ാമത്തെ കുറലിൽ വള്ളൂർ പറയുന്നു, വസയൊഴിയ തന്നിൽ പഴികൾ ഉണ്ടാകാതെ എന്നാൽ പ്രശസ്തി ഉണ്ടാകും മട്ടിൽ വാഴ്വാരെ ജീവിക്കുന്നവർ മാത്രമേ വാഴ്വാർ ജീവിക്കുന്നുള്ളൂ. ഇസൈ ഒഴിയ പ്രശസ്തി ഉണ്ടാകാതെ അഥവാ അതിനുവേണ്ടി യത്നിക്കാതെ പഴി കേൾപ്പിച്ചുകൊണ്ട് വാഴ്വാരെ വാഴുന്നവരാകട്ടെ വാഴാതവർ മരിച്ചവർ തന്നെ ആകുന്നു. തന്നിൽ പഴികൾ ഉണ്ടാകാതെ പ്രശസ്തി ഉണ്ടാകും മട്ടിൽ ജീവിക്കുന്നവർ മാത്രമേ ജീവിക്കുന്നുള്ളൂ. പ്രശസ്തി ഉണ്ടാകാതെ അതിനുവേണ്ടി യത്നിക്കാതെ പഴി കേൾപ്പിച്ചുകൊണ്ട് വാഴുന്നവരാകട്ടെ മരിച്ചവർ തന്നെയാകുന്നു. ജനിച്ചാൽ കീർത്തിയോട് ജീവിക്കുക, അല്ലെങ്കിൽ ജനിക്കാതിരിക്കുക തന്നെയാണ് ഭേദം എന്ന 6ാമത്തെ കുറലിന് ഒരു ഭാഷ്യം തന്നെയാണ് ഇത്. ജീവിതത്തിൽ ഏതൊരു പഴിക്കും ഇടം നൽകാതെ അകളങ്കമായ കീർത്തി സമ്പാദിച്ച് ജീവിക്കുന്നവർ മാത്രമേ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുള്ളൂ. പ്രശസ്തി ഇല്ലാതെ ജീവിക്കുന്നവരോ അവരും ജീവിക്കുന്നു മൃത ശരീരങ്ങളെ പോലെ. അധികാരം 24, കുറൾ 240. വസൈ ഒഴിയ വാഴ്വാരേ വാഴ്വാർ, ഈസൈ ഒഴിയ വാഴ്വാരെ വാഴാതവർ. പഴിയറ്റ പുകഴോട് വാഴ്വോരെ വാഴുവോർ പുകഴറ്റോർ വാഴാതിരിപ്പോർ. അതായത് Living without mistakes really live. Those living without good names are not living. വശൈ ഒഴിയ വാഴേ വാഴ്വാരെ വാഴ്വാർ, ഇശൈ ഒഴിവ വാഴ്വാരെ വാഴാതവർ. So thank you very much, sir. Thank you. Fame, അല്ലെങ്കിൽ പുകഴ്ച എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞില്ലല്ലോ. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞതാ, താമസിച്ചുകൊണ്ട്.
ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു. സാറ് നിർത്തിയത് മനസ്സിലായില്ല. ജോഷി സാറ് ഇന്നത്തെ വിഷയം വളരെ പക്വമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് കീർത്തി അല്ലെങ്കിൽ ഫെയിം, അത് നമ്മളിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, എങ്ങനെയൊക്കെ അതിനെ കൃത്യമായിട്ട് അംഗീകരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തിരുക്കുറളിൽ നിന്ന് നമുക്ക് കിട്ടി. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് മോഹൻദാസ് സാർ, ജോഷ് സാർ, ഒമന മാം, ഷീല മാം ആൻഡ് ഉഷ മാം. ഓക്കെ, നമുക്ക് ഇന്ന് 10 മിനിറ്റ് സമയമുള്ളൂ ഡിസ്കഷൻ. റോയ് സാർ പറയൂ, പെട്ടെന്ന് പറഞ്ഞു. ഒരു ക്ലാസ് ഉണ്ട് ഇതിന് ശേഷം. റോയ് സാർ ഉണ്ടോ? അല്ലെങ്കിൽ ആരാ പറയുന്നത്? ജോർജ് സാർ? റോയ് സാർ വരും, ഇൻവൈറ്റ് ചെയ്യും. സാറേ, ഇന്നത്തെ ദിവസങ്ങളിൽ ഈ കീർത്തിയുടെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, സാധാരണ ദാനം ചെയ്യുന്നത് കീർത്തി കിട്ടാൻ വേണ്ടി ദാനം ചെയ്യരുത്, ദാനം ചെയ്യുന്നത് മറ്റാരും അറിയരുത് എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും വാക്യാർത്ഥത്തിൽ മനസ്സിലായത്. പക്ഷെ അതിന്റെ ആശയം ജോഷി സാർ പറഞ്ഞപ്പോഴാണ് ക്ലിയർ ആയത്. കാരണം ഈ വാക്കുകളിലൂടെ വരുന്ന അർത്ഥവും ആശയങ്ങളിൽ വരുന്ന അർത്ഥവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോ തിരുക്കുറൾ ശരിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാതെ വാർത്തിച്ചു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവായിട്ടുള്ള മീനിങ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, ഈ തിരുക്കുറൾ ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ വിശകലനം ചെയ്ത് കേൾക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. എനിവേ, ഇത് എക്സ്പ്ലെയിൻ ചെയ്തവർക്കും പ്രസന്റ് ചെയ്ത മോഹൻ സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഷീലാമായാലും ബൈബിളുമായിട്ടും ഈ ഖുറാനായിട്ടും ഒക്കെ അതിലെ ആശയങ്ങൾ ഷെയർ ചെയ്തപ്പോൾ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. വേർഡ്സിനെയും കോമന ടീച്ചർക്കും ജ്യോതി സാറിനും മോഹൻ സാറിനും എല്ലാം അഭിനന്ദനം. താങ്ക് യു. ഓക്കെ സാർ. ശ്രീകുമാരി മാം പറഞ്ഞോളൂ പെട്ടെന്ന്. ഇന്ന് പറയുന്നത് കീർത്തിയെ പറ്റിയാണ് ഞാൻ കുറച്ച് പറയാം. ഞാൻ ആദ്യം കേട്ടില്ല. കീർത്തിയോടെ ജീവിക്കാൻ കഴിയാത്തവരെ മറ്റുള്ളവർ പഴിക്കാൻ സാധ്യതയുണ്ട്. അതിൽ കുറ്റം കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. നാം ജനിച്ചു കഴിഞ്ഞാൽ കീർത്തിയോടുകൂടെ ജീവിക്കുക. അതിനുവേണ്ടി ഞാൻ ദാനം ചെയ്യുക, ദരിദ്രന് ദാനം ചെയ്ത് കീർത്തി നേടുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മരിച്ചാൽ ഒരുവനെ മണ്ണ് മണക്കും. മണ്ണിന്റെ മഹത്വം അറിഞ്ഞ് ജീവിക്കുക, മരിക്കുക. ഒരുവൻ കൊള്ളരുതാത്തവനായി ജീവിച്ച് മരിച്ചാൽ മറവ് ചെയ്യുമ്പോൾ മണ്ണ് പോലും ജീർണിച്ചു പോകും. അതിനാൽ മണ്ണ് സമ്പുഷ്ടമാകണമെങ്കിൽ കീർത്തി, ധർമ്മം ചെയ്ത് കീർത്തി നേടുക. അല്ലാത്തവന്റെ നേരെ തിരിച്ചു വരും. മരണശേഷവും മണ്ണിന് ഫലപുഷ്ടി നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നാം കീർത്തി ഉള്ളതായി ജനിക്കുക അല്ലെങ്കിൽ ജനിക്കാതിരിക്കുക എന്നൊക്കെ. ഇതെങ്ങനെയാണ് സാറേ ഇത് പങ്കെടുക്കുന്നത്? നമ്മൾ അഭിപ്രായം പറയുന്ന ആദ്യം നമുക്ക് അഭിപ്രായം എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മാം. ആ ഗ്രൂപ്പിൽ മാമിനെ ആഡ് ചെയ്യാം. അപ്പൊ അതിൽ ഓരോ കുരലുകളും അത് ഇടുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് അതനുസരിച്ച് അവരത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാനത് ആഡ് ചെയ്യാം, വിളിക്കാം, ഞാൻ പറയാം. ഓക്കെ, ഷെയർ ചെയ്യാൻ ഞാൻ ഒരു സെന്റൻസ് മാത്രം പറഞ്ഞു നിർത്താം. അതായത് ഈ കുറളിന്റെ ഒരു കാച്ചിക്കുറുക്കിയ സംഗ്രഹമായിരുന്നു 10ാമത്തെ കുറൾ. ഞാനത് മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചില്ലായിരുന്നു. കുറ്റമറ്റ ജീവിതം നയിക്കുന്നവർ, അതായത് മറ്റുള്ളവരാൽ ഇകഴ്ത്തപ്പെടാതെ ജീവിക്കുന്നവർ, അവരാണ് ജീവിച്ചിരിക്കുന്നത്. പ്രശസ്തി ഇല്ലാതെ ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിപ്പില്ല, അവർ ജീവിക്കാൻ യോഗ്യരുമല്ല എന്നൊരു പ്രയോഗമാണ് തിരുക്കുറൾ അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ഒരു സിഗ്നേച്ചർ, നമ്മൾ പറയുന്ന ആ ഒരു സിഗ്നേച്ചർ ഇവിടെ നൽകാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. നമ്മുടേതായ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടായിരിക്കട്ടെ. അവാർഡ് കിട്ടുമോ പാരിതോഷികം കിട്ടുമോ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടേതായ ഒരു സിഗ്നേച്ചർ
ഉണ്ടായിരിക്കട്ടെ. അതാണ് 10ാമത്തെ കുറൽ, അതായിരുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ കാച്ചിക്കുറിക്കും സംഗ്രഹവും അത് തന്നെ. ഓക്കെ, താങ്ക് യു. അടയാളം സൃഷ്ടിച്ചു. ഐഡന്റിറ്റി അല്ലേ സാർ? ഐഡന്റിറ്റി ആണോ ഉദ്ദേശിക്കുന്നത്? ജോർജ് സാർ പറയും. താങ്ക് യു സർ. മോഹൻദാസ് സർ, ഓമന ടീച്ചർ, ഷീല മാം, ഉഷ മാം, ജോഷി സാർ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വലിയ പ്രബോധനമാണ്, വലിയ വേദവാക്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും എല്ലാ പുണ്യഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. മനുഷ്യജന്മം ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം പ്രകൃതി നമുക്ക് തരും. തന്നത് നമ്മൾ തിരിച്ചൊരു ഉപകാരം വേറെ ഒന്നും വേണ്ട, നല്ലത് ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. അത് ചെയ്യണം. ചെയ്തില്ല എങ്കിൽ അതാണ് ഏറ്റവും കഷ്ടം, അല്ലേ? നല്ല സൽപ്രവർത്തികൾ ചെയ്താൽ ജീവിച്ചിരിക്കുമ്പോഴും ജീവൻ വെടിഞ്ഞ് മരണാനന്തരവും ലോകം അവരെ സ്മരിക്കും, അവരെക്കുറിച്ച് പറയും, എന്നെന്നും ജീവിക്കും. ഇപ്പോൾ എത്രയോ പേരെ കുറിച്ച് ഇവിടെ കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ഒരാളുടെ വിലാപമായിരിക്കും, ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്ന അറിയുന്നില്ല. ന കൃതം കൃതം സുഹൃതം ബഹുത ദുഷ്കൃതം കൃതം എന്നോർത്ത് നെഞ്ഞത്ത് കൈവച്ചു. ഇനിയൊന്ന് തിരുത്താൻ സമയമില്ലല്ലോ, ജീവിതം മുഴുവൻ ദുഷ്കൃതേ ചെയ്തിട്ടുള്ളൂ, ഒരു സുഹൃതവും ചെയ്തില്ലല്ലോ എന്ന് വിലപിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ വലിയ പ്രബോധനമാണ്, ഉൾക്കൊള്ളാൻ എല്ലാവർക്കും ആകട്ടെ. നമുക്കും പരമാവധി ശ്രമിക്കാം. താങ്ക് യു സാർ. എല്ലാവർക്കും പ്രത്യേകം നന്ദി, അഭിനന്ദനം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, രമാവതി മാം പെട്ടെന്ന് പറയും. സാറേ, ഒരു 10-15 മിനിറ്റ് എനിക്ക് ക്ലാസ് മിസ്സായി. ഇപ്പൊ 10 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ഏച്ചിന്റെ വീട്ടിലുണ്ട്, അവിടുന്ന് ഞാൻ വന്നു. അപ്പം നല്ല, അതായത് ഇതില് ആദ്യമൊക്കെ ഈ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇതില് ഓരോ കാര്യങ്ങളും പറയുന്നത്, അതിലിപ്പം നമ്മുടെ ജോഷി സാറ് പറഞ്ഞില്ലേ, ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുത്, അമ്മ എപ്പോഴും ഇവിടുന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് നമ്മളോടെല്ലാം. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ച ഇരിക്കാതെ എങ്ങനെയാ ഉണ്ണ, കിടക്കാതെ എങ്ങനെയാ ഉറങ്ങുക, പിന്നെ പറഞ്ഞു തന്നു. അതായത് കുറെ നേരം ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ണാൻ പാടില്ല. പിന്നെ പ്രഭാവം മരം കീർത്തി നിഴലും ആയിരിക്കണം എന്നുള്ളതാണ്. മനുഷ്യനായി ജനിച്ചാല് അടിസ്ഥാന ഗുണങ്ങളെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം പലരും മറന്നു പോകുന്നതാണ്. ഇതിപ്പം ഒരുപാട് പണം വന്നിട്ടാകുമ്പോ നമുക്ക് ആ മഹിമയും ഗുണങ്ങളും എല്ലാം മറക്കുന്ന ചിലവരുണ്ട്. അത് അങ്ങനെയൊക്കെ കാണാറുണ്ട് സാറ്, മോഹൻദാസ് സാർ. പണമൊക്കെ വന്നിട്ടാകുമ്പോ കയ്യില് ആ ഗുണങ്ങൾ മറന്നു പോകും, നമ്മൾ ചെയ്യേണ്ടുന്നുള്ള ഗുണങ്ങൾ മറന്നു. അത് കീർത്തിയോടെ തന്നെ ജീവിക്കണം, അതാണ് യഥാർത്ഥ ജീവിതമൊക്കെ എന്ന് പറയുന്നത്. പിന്നെ അതോട് കൂടിയിട്ട് അങ്ങനെ ജീവിക്കുമ്പോഴും നമ്മുടെ കർമ്മം നിഷ്ഠ, നല്ല വിചാരങ്ങള്, മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, ദയ, അനുകമ്പ, എല്ലാവരോടും എല്ലാ കാര്യങ്ങളും, അത് അതായത് വലിപ്പ ചെറുപ്പം നോക്കിയിട്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് ആ രീതിയിൽ തന്നെ പെരുമാറണം. പിന്നെ നമ്മുടെ മനുഷ്യജന്മം, ചിലവര് പറയുന്ന പുനർജന്മൊക്കെ ഉണ്ടെന്ന്, പക്ഷെ നമ്മൾ അതൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ ഉള്ള ജന്മത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. താങ്ക് യു സർ. ഓക്കെ, അടുത്ത ആഴ്ച എന്തായിരുന്നു മോഹൻദാസ് സർ? കാരുണ്യം, കൈൻഡ്നസ് അല്ലേ? അതെ. ഇതിലെ വായിച്ചവർക്കെല്ലാം നന്ദി കേട്ടോ. എല്ലാരും പേര് പറഞ്ഞില്ല, സാറേ ഞാൻ സോറി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് 1 മിനിറ്റ് കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ പറയൂ. ഷീല മാം എന്തെങ്കിലും പറയൂ. SLDയുടെ ക്ലാസ് ഉണ്ട്, തോന്നുന്നു. ഇന്നോട്ടി അവന ടീച്ചർ എന്തെങ്കിലും പറയണമെങ്കിൽ ജസ്റ്റ് ഉഷ മാം ജസ്റ്റ് ഒരു വാക്ക് പറയും. എന്ന് പറയുന്നത് സാറേ ഒരു സംശയമാണ്. വികൃതി എന്ന് പറയുന്നത് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർ കുറച്ചേ സമൂഹത്തിൽ കാണുന്നുള്ളൂ. എത്ര തന്നെ ഉപദേശം കിട്ടിയിട്ടും അതിലേക്ക് ഉയർന്നു വരാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാവും സാറേ? അതെനിക്കൊരു സംശയമാണ്. കാരണം വളരെ കുറച്ചു പേരെ നമുക്ക് ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ളവരെ കിട്ടുന്നുള്ളൂ. നമുക്കത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ചർച്ച വരട്ടെ.
ഓക്കെ. പിന്നെ ഇന്നത്തെ ഓക്കെ ഇതില് ഓമന ടീച്ചറിന് പ്രത്യേകം നന്ദി പറയാനുണ്ട്. വേറെ ബുക്സും റെഫർ ചെയ്ത് അതിൽ നിന്നുള്ള നല്ല കോഡ്സും എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തില് വിശദീകരിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷിലും കുറച്ച് ദീർഘമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി അതിനെ പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വൈൻഡപ്പ് താങ്ക് യു ചെയ്യാം. സർ. ഞാൻ ജോർജ് സാറിനെയും കുറച്ച് പേരെയും കൂടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ ചെറിയ ഡിസ്കഷൻസ് ഒക്കെ നടത്താം, സ്വല്പം കൂടെ ഇച്ചിരി ശക്തിയായിട്ട്. ഓക്കെ. അപ്പൊ അതിനൊരു ഡിസ്കഷൻ. അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സി യു, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു.